24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ അന്ത്യശാസനം തള്ളിയും ഇസ്രയേലിനെതിരെ നയതന്ത്ര പ്രതിരോധത്തിനൊരുങ്ങിയും ഇറാൻ. താൻ ഒളിവിലാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലടക്കം 40 ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേലിനെതിരെ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിന്റെ നേരിയ സൂചന പോലുമില്ലാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷം. നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി നിലപാട് വീണ്ടും കടുപ്പിക്കുകയാണ് ഇറാൻ. യുദ്ധവും സമാധാനവും അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും കീഴടങ്ങില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്ക് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഖമനയിയുടെ മുന്നറിയിപ്പ്. دشمن احساس کنه که شما در مقابل او میترسید، احساس ضعف میکنید. ഇറാൻ പരമോന്നത നേതാവ് ഒളിവിലാണെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഖമനയി ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേൽ ഭീകരതയോട് ദയുണ്ടാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി. ഇസ്രയേൽ നടപടിക്കെതിരെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടി നയതന്ത്ര പ്രതിരോധം ഒരുക്കാനുള്ള നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. നയതന്ത്ര ഇടപെടലുകൾ സജീവമാക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിർദ്ദേശം നൽകി. ഇതിനിടെ ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു. ടെഹ്റാനിന് സമീപം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന 2 കേന്ദ്രങ്ങൾ തകർത്തെന്നും അവകാശവാദം. 25 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച മിസൈൽ സംഭരണശാലകളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സേനയും അറിയിച്ചു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗമുള്ള ഫത്താവൺ മിസൈൽ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധത്തെ മറികടക്കുന്നതാണെന്നാണ് അവകാശവാദം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്നു പേര് നൽകി വിദേശകാര്യ മന്ത്രാലയം. ആദ്യ സംഘം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തും. അർമേനിയയിലെത്തിച്ച 110 വിദ്യാർത്ഥികളെയാണ് നാളെ ഡൽഹിയിലെത്തിക്കുന്നത്. ടെല്ലവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ മലക്കം മറിഞ്ഞ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയതെന്ന് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് നിലപാട് തിരുത്തിയത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലമായിട്ടായിരുന്നു എന്നാണ് ട്രംപിന്റെ നേരത്തെ ഉണ്ടായിരുന്ന വാദം. അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു കാലത്തും യോജിച്ചിട്ടില്ല. ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഹകരണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തിരുത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയിൽ നിന്നുണ്ടായ പിഴവിനെ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഏറെ സമയവും വിനിയോഗിച്ചത്. RSSനോടുള്ള CPIMന്റെ ഇതപര്യന്തമുള്ള സമീപനം വിശദീകരിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അക്ഷരാർത്ഥത്തിൽ തിരുത്തുകയായിരുന്നു. എന്നാൽ വ്യക്തിപരമായി MV ഗോവിന്ദന്റെ പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. RSSനോടുള്ള പാർട്ടിയുടെ സമീപനം വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി മറന്നില്ല. RSS ആരാധിക്കുന്ന ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഇതാദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി അവിടെയും RSSനോടുള്ള നിലപാട് കടുപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയെന്ന് പറഞ്ഞതിലൂടെ ഗവർണർക്കും കാര്യങ്ങൾ ബോധ്യമായെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. രാജ്ഭവനിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം വെച്ചതിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി അവിടം RSS ശാഖയാക്കാൻ അനുവദിക്കില്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക്
താഴ്ത്താൻ ശ്രമിക്കരുത്. ജനസംഘവുമായി സഹകരിച്ചതിൽ പ്രതിഷേധിച്ച് പി സുന്ദരയ്യ CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. 24 തിരുവനന്തപുരം. RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ വിവാദം കനക്കുകയാണ്. പ്രസ്താവന തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നതോടെ വിവാദം മൂർച്ഛിച്ചു. ചരിത്രത്തെ ചരിത്രമായി കാണാൻ തയ്യാറാകണമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതിരോധം. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ MV ഗോവിന്ദൻ നടത്തിയ വെളിപ്പെടുത്തൽ ബോധപൂർവമാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. അടിയന്തരാവസ്ഥക്കാലത്ത് RSS അടക്കം എല്ലാവരുമായും കൂട്ടുചേർന്നിട്ടുണ്ടെന്ന ടെലിവിഷൻ അഭിമുഖത്തിലെ MV ഗോവിന്ദന്റെ പരാമർശമാണ് വോട്ടെടുപ്പിന് തലേന്ന് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MV ഗോവിന്ദൻ സ്വയം കുഴികുത്തി വീണത്. കിട്ടിയ അവസരം ഉപയോഗിച്ച് UDF RSS ബന്ധത്തിനെതിരെ രംഗത്ത് വന്നു. അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ആരുമായും തരാതരം പോലെ കൂട്ടുകെട്ടുണ്ടാക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വിമർശനം കടുപ്പിച്ചു. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകളും മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രതികരണത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും UDF ആരോപിക്കുന്നു. ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതികരണം വിവാദമായതോടെ രാവിലെ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് MV ഗോവിന്ദൻ പ്രതിരോധത്തിന് ശ്രമിച്ചു. ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വിവാദമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി RSS ബന്ധത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിൽ CPIM-ലും LDF-ലും കടുത്ത അതൃപ്തിയുണ്ട്. എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ബോധ്യം, ഒരു ഇടതുപക്ഷ ബോധ്യം, അത് CPIക്കും ഉണ്ട്, LDF-നാകെ തന്നെയുണ്ട്. 24 തിരുവനന്തപുരം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ വികസന വിഷയങ്ങളെക്കുറിച്ചോ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒന്നും പറയാനില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയെയും RSSനെയും കുറിച്ച് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഇരുപക്ഷവും ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഈ ബൈ ഇലക്ഷനെ കുറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളോ അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അവർ പറയുന്നത് ഇന്നും BJP RSS എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവർക്ക് നാണമൊന്നുമില്ലേ? 60 കൊല്ലായിട്ട് ജനങ്ങൾ ഇവിടെ അവസരം കൊടുത്ത് ഇവര് ഭരിച്ചതല്ലേ LDF-ഉം UDF-ഉം. ഇവിടെ ഒരു വികസനം നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. അതിനെ കുറിച്ച് പറയാണ്ട്, എന്ത് ചെയ്യാൻ പോകുന്നു അതിനെ കുറിച്ചൊന്നും പറയാണ്ട് ഓരോരോ നുണ പറയാ. BJP RSS അവരെ ഡീമനൈസ് ചെയ്യാനും അതിനെ കുറിച്ചൊരു വിഷം സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. വാർത്തകളിലേക്ക് വീണ്ടും. അന്താരാഷ്ട്ര സർവീസുകൾ കുറയ്ക്കാൻ തീരുമാനിച്ച എയർ ഇന്ത്യ. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. 15% അന്താരാഷ്ട്ര സർവീസുകൾ കുറയ്ക്കും. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ. അച്യുതൻ. ശ്രീജിത്ത്, നിലവിൽ ഈ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഘർഷ സാധ്യത ഉൾപ്പെടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക തീരുമാനം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 15% അന്താരാഷ്ട്ര സർവീസുകൾ കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ മാസം പകുതി വരെ ഈ ഒരു നടപടി തുടരും എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഈ അന്താരാഷ്ട്ര സർവീസുകൾ ഏതാണ്ട് ഒരു 15% കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ 15% അന്താരാഷ്ട്ര സർവീസുകൾ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യ പോകുന്നത്. നിലമ്പൂർ നാളെ വിധി എഴുതും. മൂന്നാഴ്ച നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും.
നിശബ്ദ പ്രചാരണ ദിവസവും നിലമ്പൂരിൽ വിവാദങ്ങൾക്ക് കുറവുണ്ടായില്ല. വോട്ടുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു 3 സ്ഥാനാർത്ഥികളും. ഏതെങ്കിലും പ്രദേശം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധന. നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന. നാട് വലിയ പിന്തുണയാണ് തരുന്നത്. ആ പിന്തുണയുടെ ആത്മവിശ്വാസമാണ് എനിക്ക് മാത്രമല്ല LDF പ്രവർത്തകർക്കാകെ ഉള്ളത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ഞങ്ങൾക്ക് ധൈര്യമാണുള്ളത്. ഞങ്ങളിവിടെ മുന്നേറും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത്. നിലമ്പൂരിന്റെ സമഗ്ര വികസനം. PV അൻവർ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് വെച്ച് സാമുദായിക നേതാക്കളെ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കൽ നടത്തി. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമെന്ന് അവർക്കറിയാം. ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. RSSുമായി അടിയന്തരാവസ്ഥക്കാലത്ത് ചേർന്നിട്ടുണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ പ്രതിഫലിക്കുമോ എന്ന ചർച്ച ഇടതുപാളയത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ആര്യാടൻ ഷൗക്കത്തിന് VV പ്രകാശിന്റെ വീട്ടിൽ പോകാൻ നേരമില്ലെന്ന് DYFIയുടെ വിമർശനം. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ടീം 24 നിലമ്പൂർ. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. ദേവർശാലയിൽ താമസിക്കുന്ന 65 വയസ്സുള്ള ആറു എന്നയാൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കൂലിപ്പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. രാത്രി 9 മണിക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, എന്താണ് സംഭവിച്ചത്? ഈ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ അവിടെ വനംവകുപ്പ് ജീവനക്കാരുമായി നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ റഹീസ്? ഇന്ന് രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ദാരുണ അപകടം ഉണ്ടാകുന്നത്. ആനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു ഈ നീലഗിരി ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള ആറു. ഇയാൾ മലയാളിയാണ്. ദേവർശാലയിലാണ് താമസിക്കുന്നത്. ഇയാൾ കൂലിപ്പണി കഴിഞ്ഞു വരുമ്പോൾ ആനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അങ്ങനെ ഇയാൾ ആനയ്ക്ക് മുന്നിൽ പെട്ടു. ആന ഇദ്ദേഹത്തിനെ എടുത്തെറിഞ്ഞു. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരിച്ചു എന്നുള്ള വിവരമാണ് നാട്ടുകാർ നൽകുന്നത്. അങ്ങനെ അതിനുശേഷം നാട്ടുകാരൊക്കെ ഇവിടെ ഓടിക്കൂടി വനംവകുപ്പ് അധികൃതരെ കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. പക്ഷെ മൃതദേഹം മാറ്റാനായി ഈ നാട്ടുകാർ തന്നെ അനുവദിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ വന്യജീവി പ്രശ്നം രൂക്ഷമാണ്. കാട്ടാനയും കാട്ടുപന്നിയും നിരന്തരമായി വീടുകളിൽ ഉൾപ്പെടെ ഈ നീലഗിരിയിൽ കയറുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി നൽകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വന്യജീവി പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും സ്ഥലത്ത് പുലിയെ ഉൾപ്പെടെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അങ്ങനെ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയും ഇപ്പോൾ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ഒരു അനുരഞ്ജന ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാതെ, അതിനുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ മറ്റൊരാളും ആനയുടെ മുന്നിൽ പെട്ടിരുന്നു എന്നുള്ള വിവരം കൂടി ഇവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലത്ത് ഏതാണ്ട് രൂക്ഷമായ വാക്കേറ്റം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതും. രാത്രി ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ഇറങ്ങാറുള്ളതാണ്. വൈകുന്നേരങ്ങളിലുമൊക്കെയായി പല കുട്ടികളുടെയും മുന്നിലൊക്കെ ആനകൾ വന്നതായിട്ടുള്ള വിവരങ്ങളും കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. അങ്ങനെ അതിന് പിന്നാലെ ഒരു അപകടമുണ്ടായി. അതൊരു മരണത്തിലേക്ക് എത്തിച്ചതോടുകൂടി നാട്ടുകാർ അവരുടെ പ്രതിഷേധം വലിയ തോതിൽ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും വാക്കേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. TK റീസ്, ഇതിങ്ങനെ നിരന്തരമായി വന്യമൃഗശല്യമുള്ള മേഖലയാണെന്ന് പറയുന്നു. അത് ഈ കാട്ടാനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, പുലിയുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഭീഷണി ആ മേഖലയിലുണ്ട് എന്ന് പറയുന്നു. ഇത് വനംവകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവരുടെ ആശങ്ക അകറ്റുന്നതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായും മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നടത്തുന്ന പ്രതിഷേധത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ് റീസ്?
ഫെൻസിങ് നിർമ്മിക്കണം. ഒപ്പം തന്നെ മതിയായ സുരക്ഷ തങ്ങൾക്ക് ഒരുക്കണം. ഈ കാട്ടാനയും കാട്ടുപന്നിയും ഒപ്പം തന്നെ പുലിയും അടക്കം ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു തടയിടണം. അതിന് തടയിടണം. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഈ വന്യജീവികളൊക്കെയും നാട്ടിലേക്ക്, ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന് ഒരു തടയിടണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യത്തിന് ദീർഘനാളുടെ ആയുസ്സുമുണ്ട്. കാരണം കുറെ നാളുകളായി ഇവർ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ച് പലതവണ ഇത്തരത്തിൽ പുലികളെയും ഒപ്പം തന്നെ കാട്ടുപന്നി വീട്ടിൽ വരുന്ന സമയത്തുമൊക്കെ ഇവർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോഴൊക്കെ പലതവണ നമ്മൾ വാർത്തയാക്കിയപ്പോഴും ഒക്കെ ആളുകളുടെ ബൈറ്റുകൾ അടക്കമാണ് നൽകിയിരുന്നത്. അപ്പോൾ അവർക്കൊരു നിത്യ പ്രശ്നമാണ്, സ്ഥിര പ്രശ്നമാണ്. അവർ വീട് തുറക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് ഇത്തരത്തിലുള്ള വന്യജീവികളെയാണ്. വ്യാപകമായിട്ടുള്ള കൃഷിനാശമുണ്ട്. രാത്രി ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താതെ മൃതദേഹം വിട്ടു നൽകില്ല, കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ എന്തായാലും ദേവർഷോലയിൽ താമസിക്കുന്ന 65-കാരിയായ ആറുവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നീലഗിരി ഗൂഡല്ലൂരിലാണ് കാട്ടാനാക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നത്. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ നടപടികൾ നാളെയോടെ പൂർത്തിയായേക്കുമെന്ന് ആശുപത്രി അധികൃതർ. ഇതുവരെ 202 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 170 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ 274 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. കേരളത്തിൽ നിന്നുള്ള രഞ്ജിതയുടേതടക്കം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. സാമ്പിളുകൾ മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ സ്വകാര്യ ഹോട്ടലിലേക്കാണ് പോലീസ് നിർദ്ദേശപ്രകാരം വിശ്വാസ് കുമാർ മാറിയത്. തൽക്കാലം സന്ദർശകരെ അനുവദിക്കില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ അന്വേഷണ സംഘങ്ങൾ ഇന്നും ദുരന്തഭൂമിയിൽ പരിശോധന നടത്തി. ഇന്നലെയും 2 ശരീരഭാഗങ്ങൾ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. 24 അഹമ്മദാബാദ്. തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടി കണ്ണൂർ നഗരം. 2 ദിവസത്തിനിടെ 72 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. തെരുവുനായ ആക്രമണം തടയാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം തടയാൻ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. രണ്ട് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഇന്ന് 16 പേർ തെരുവുനായ ആക്രമണത്തിനിരയായി. സ്റ്റേറ്റ് ബാങ്ക് പരിസരം, റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. കൊച്ചിന് ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അവിടെ ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് നടന്നു പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്ന് പട്ടി സൈലൻ്റായിട്ട് വന്ന് കടിക്കുക ചെയ്ത്. A1 ഹോട്ടലിൻ്റെ ഫുട്പാത്തിൽ നിന്നൊരു നായി വരുന്നുണ്ട്. അപ്പം എന്നെ കൊള്ള വന്നു. അപ്പം ഞാൻ കുടയുണ്ടായിരുന്നു, കുടേനെ കൊണ്ട് അടിച്ചു. പക്ഷേ നായി വിട്ടില്ല, കടിച്ചു. ഞാൻ താഴെ പോന്നു. ഇന്നലെ മുതൽ കടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇത് നായ്ക്കാന്നോ വില കൂടുതൽ, മനുഷ്യനാന്നോ വില കൂടുതൽ എന്നുള്ളത് ഇവരൊന്നും തീരുമാനിക്കട്ടെ. തെരുവുനായയുടെ കടിയേറ്റവരെല്ലാം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നാലെ അലഞ്ഞു നടക്കുന്ന നായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ABC കേന്ദ്രങ്ങൾ പൂട്ടിയതാണ് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. അക്രമകാരികളെന്ന് സംശയിക്കുന്ന 3 നായ്ക്കളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരുമ്പോഴും നായപ്പേടിയിൽ വിറച്ചു നിൽക്കുകയാണ് കണ്ണൂർ നഗരം. അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ. തമിഴ്നാട് സ്വദേശികളുടെ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. മെയ് 31 പയ്യാമ്പലത്ത് വെച്ചാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. കണ്ണിന് താഴെ കടിയേറ്റതിനാൽ വേഗത്തിൽ തലച്ചോറിനെ ബാധിച്ചെന്നും സംശയിക്കുന്നുണ്ട്. വാക്സിൻ ഫലം കണ്ടില്ല എന്നും ഡോക്ടേഴ്സ് പറയുന്നു. രാജ്യത്ത് ഹൈവേ യാത്രകൾക്കായി പുതിയ വാർഷിക പാസ് പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം.
3000 രൂപയാണ് ഫാസ്ടാഗ് വാർഷിക പാസിന് നൽകേണ്ടത്. 2025 ഓഗസ്റ്റ് 15 മുതൽ പാസ് പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ചെലവ് കുറഞ്ഞതും സുഗമവുമായ യാത്ര സാധ്യമാക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ വാർഷിക പാസ് പ്രഖ്യാപിച്ചത്. 3000 രൂപയാണ് വാർഷിക പാസിന്റെ വില. ദേശീയപാതകളിൽ മാത്രമാണ് ഫാസ്റ്റ് ട്രാക്ക് വാർഷിക പാസ് ഉപയോഗിക്കാൻ സാധിക്കുക. വാർഷിക പാസ് എടുക്കുന്നവർക്ക് ആക്ടിവേഷൻ തീയതി മുതൽ 1 വർഷം വരെ അല്ലെങ്കിൽ 200 ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെ എന്നതാകും പാസിന്റെ കാലാവധി. കാർ, ജീപ്പ്, വാൻ തുടങ്ങിയ സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ പാസ് അനുവദിക്കുകയുള്ളൂ. ഇതിലൂടെ ദേശീയപാതയിലെ യാത്രക്കാർക്ക് പ്രതിവർഷം 7000 രൂപ വരെ ലാഭിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. लोगों की टोल के बारे में काफी तकरार थी. सरकार ने जो निर्णय किया है वो बहुत बड़े प्रमाण पर जनता को राहत देने वाला है, जिसमें 3000 रुपए में जो पास है साल भर का, उसकी अगर टोल पे किया जाएगा तो उसकी कीमत कम से कम 10,000 से ज्यादा रुपए का टोल देना पड़ता था, वो केवल 3000 रुपए में होगा. और ये जो वैलिडिटी है 1 साल में 200 ट्रिप वो क्रॉस कर सकते हैं. ഈ വർഷം ഓഗസ്റ്റ് 15 മുതലാണ് വാർഷിക ഫാസ്റ്റ് ട്രാക്ക് പാസ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതോടെ ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംബന്ധിച്ചുണ്ടാകുന്ന തർക്കങ്ങൾക്കും സമയനഷ്ടത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. രാജ്മാർഗ് യാത്ര ആപ്പ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹൈവേ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് എന്നിവയിലെ ലിങ്ക് വഴി പാസ് ആക്ടിവേറ്റ് ചെയ്യാനും പുതുക്കാനും കഴിയും. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ട് പൂർത്തിയാവുകയാണ്. നമസ്കാരം.